പെണ്ണില്ലാതെ കേരളം. തൃപ്തികരമായി വിവാഹ മാർക്കറ്റിൽ ഏതും ചൂസ് ചെയ്യാൻ പുരുഷന് ഇനി വല്ലാത്ത അവകാശമുണ്ടെന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വിവാഹം കഴിക്കാനുള്ള വധുവിന് ഡിമാൻഡുകളുടെ കാലഘട്ടമാണ്. പണ്ടൊക്കെ സൗദി അറേബ്യയിൽ കെട്ടാൻ കഴിയാതെ കല്യാണപ്രായമായ ആണുങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് മലയാളികൾ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളം അതേ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. പണ്ടത്തെ പോലെ 18 തികയുന്നതിൻ്റെ പിറ്റേന്ന് തൻ്റെ ജീവിതവും തൻ്റെ ചുറ്റുപാടുകളും വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ കളഞ്ഞ് അങ്ങേ പിന്നാലെ ഒരുപാട് പേരുടെ മുന്നിൽ ഒരുങ്ങി നിന്ന് ഒരുപാട് തുക വാങ്ങിക്കൊണ്ട് പോയി ഒരു സവിശേഷമായ ജീവിയെ നോക്കുന്നത് പോലെ അങ്ങനെ നോക്കാം എന്ന് പറയുന്ന കാലം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്ന് കേരളത്തിലെ വിവാഹ മാർക്കറ്റ് നൽകുന്ന സൂചന. അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ദേശീയ തലത്തിൽ 2015 തന്നെ അൽ ജസീറ ചാനൽ അടക്കമുള്ള ചാനലുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ അപകടകരമായ ഈ സ്ഥിതിയെക്കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ടുള്ള നിരവധി ക്ലിപ്പുകളും വാർത്തകളും നമുക്ക് സാമൂഹ്യ മാധ്യമത്തിൽ കാണാം. അതായത് രാജസ്ഥാൻ, ബീഹാർ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവാഹത്തിന് പെൺകുട്ടിയെ കിട്ടാതെ അൽ ജസീറ ചാനൽ പറയുന്ന ഒരു വാർത്തയിൽ അവിടെ നിന്ന് വരൻ കേരളത്തിൽ പെൺകുട്ടിയെ തേടി വന്നു എന്ന തരത്തിലാണ്. എന്നുവെച്ചാൽ കേരളത്തിൽ ഇത് ധാരാളമായി അങ്ങുണ്ടായിരുന്നത് പോലെയായിരുന്നു. എന്നാൽ 2025 പൂർത്തിയായി 26-ൽ വന്ന് നിൽക്കുമ്പോൾ പെൺകുട്ടികളെ കിട്ടാതെ ധാരാളം പുരുഷ കേസരിമാർ അലഞ്ഞു തിരിയുകയാണ് എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. പിന്നെ പണ്ടൊക്കെ ഒന്ന് കിട്ടി അങ്ങ് ഒഴിഞ്ഞാൽ ആൺകുട്ടിക്ക് അങ്ങ് റെഡിയാണ്, ഇനി വേഗത്തിലെല്ലാം കിട്ടും എന്നൊക്കെ ധരിക്കുന്ന കാലവും കടന്നുപോയിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ്, പിന്നെ അത് കൂടാതെ ഈ വിവാഹം കഴിക്കുന്ന പ്രായത്തിലുണ്ടായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ, ഒരു മാറ്റലിൻ്റെ, ഒരു നീട്ടിവെക്കലിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ അത് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ 18-ൽ വിവാഹം കഴിക്കാൻ നിന്നിരുന്ന പെൺകുട്ടികൾ ഇപ്പോൾ അവരുടെ വിവാഹപ്രായം കുറഞ്ഞത് 25-26 വയസ്സായിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു പെൺകുട്ടിക്ക് ന്യായമായ വിദ്യാഭ്യാസം നൽകി അവൾക്കൊരു തൊഴിലായി വരുമാനമാകുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് രക്ഷകർത്താക്കൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇനി രക്ഷകർത്താക്കൾ ചിന്തിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ പിടിച്ചുകെട്ടി നാണം കുണുങ്ങി ലജ്ജയോടെ നിന്ന് രക്ഷകർത്താവ് പറയുന്നതിനനുസരിച്ച് വിവാഹം കഴിക്കാൻ അവർ തയ്യാറല്ലാതായിരിക്കുന്നു. അത് കേവലമായ ഒരു ഒരു അവകാശത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ഒരു അഹങ്കാരത്തിൻ്റെയോ പ്രഖ്യാപനം മാത്രമല്ല, അതിനുപോൽബലകമായി അവരുടെ മുന്നിൽ ഒരുപാട് സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ പെൺകുട്ടികൾ ഇപ്പോൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത് സ്വന്തം കുടുംബത്തിൽ നിന്നും ഇന്നടുത്തിന്നാരുടെ കല്യാണം കഴിച്ചു വിട്ടിട്ട് എന്താ ഇപ്പോഴത്തെ സ്ഥിതി, എന്താ അതിൻ്റെ കാര്യം, എന്താ സംഭവിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ രക്ഷകർത്താക്കൾ നിശബ്ദരായി നിൽക്കേണ്ടി വരുന്നൊരു സ്ഥിതിയാണ്. ഇതെല്ലാം വിവാഹ മാർക്കറ്റിനെ വളരെ ഗണ്യമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് സ്ഥിതി. മുസ്ലിം വിഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഹിന്ദു സമുദായത്തിനകത്തുള്ളത്. കാരണം വല്ലതെന്തെങ്കിലും ഒത്തുവന്നാൽ ഒരുപാട് ഘടകങ്ങൾ നോക്കുന്നതോടൊപ്പം പിന്നെ നാളും നേരവും പൊരുത്തവും അടക്കം ഒട്ടേറെ സംഗതികൾ നോക്കണം. ഇതിൽ വല്ലാണ്ട് കുഴഞ്ഞു പോകുന്നത് നായർ കമ്മ്യൂണിറ്റി കൂടെയാണ്. അവിടെ ഇങ്ങനെ ഇതെല്ലാം കൂടി ഒത്തുവരുമ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രായത്തിനോ അല്ലെങ്കിൽ കാഴ്ചായോഗ്യതയ്ക്കോ ഒട്ടും ചേരാത്ത വണ്ണമുള്ള പ്രായാധിക്യവും പ്രായവ്യത്യാസവും മറ്റ് സംഗതികളുമൊക്കെയുള്ള വരനിലേക്കൊക്കെ എത്തിപ്പെടുന്നതടക്കമുള്ള ഒരുപാട് വെല്ലുവിളികളാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ചുരുക്കത്തിൽ പണ്ട് പെൺകുട്ടിയായാൽ കരയുന്ന രക്ഷകർത്താവ് അല്ലെങ്കിൽ ചെറുക്കനെ തിരക്കി ഇറങ്ങുന്ന രക്ഷകർത്താവിന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. തൻ്റെ കയ്യിലുള്ള പെൺകുട്ടിയെ ന്യായമായ വിദ്യാഭ്യാസം നൽകി വേണ്ട രീതിയിൽ അവളെ സംരക്ഷിച്ച് അവൾക്ക് വേണ്ട മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരവുമായ അവളുടെ വളർച്ച ഉറപ്പാക്കി അങ്ങനെ നിന്നാൽ ശരിക്കും പെണ്ണ് പൊന്നാണ് എന്ന് പണ്ട് പ്രവാചകൻ പറഞ്ഞ, അല്ലെങ്കിൽ മഹർ കൊടുത്ത് കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു 10, 15, 20 വർഷം കഴിയുമ്പോൾ കേരളമടക്കം എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പം തന്നെ വല്ലാതെ കോരി വാരി കൊണ്ടുപോകാൻ ഒട്ടും പറ്റുന്നില്ല. മലബാർ സൈഡിൽ ഈ പറയുന്ന കണക്ക് പറഞ്ഞുള്ള പണ്ടം വാങ്ങിപ്പും കോടികളും അതും ഇതൊന്നുമില്ല. അവിടെ പിന്നെ ഉള്ള കാശ് കത്തിച്ച് വിവാഹം എന്ന് പറഞ്ഞിട്ട് ആഡംബരപൂർണ്ണമായും കളയുക. തെക്കൻ കേരളത്തിലും അതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പെൺകുട്ടിയെ വേണോ, വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള പെൺകുട്ടിയെ വേണോ, അതോടൊപ്പം അവരവരുടെ ക്യാരക്ടറും
അവരവരുടെ ഈ പറയുന്ന ബാക്കിയുള്ള ബിഹേവിയറുമൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ സ്വീകരിക്കാൻ നാളുകളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ഇന്നഹരിയർ നഗറിൽ ഗീതോ വിജയൻ്റെ പുറകിൽ പോയ ഈ നടന്മാരെ പോലെ ഉള്ള ഒരവസ്ഥയിലേക്കാണ് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ചിന്ത പലപ്പോഴും എനിക്കുണ്ടായിരുന്നെങ്കിലും അതിന് ശരിവെക്കുന്ന ഒരു കുറിപ്പ് കൂടി യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് വേറൊന്നുമല്ല, വിവാഹം നീട്ടുന്ന യുവതിയുടെ ശ്രദ്ധയ്ക്ക്. നമ്മുടെ യുവാക്കളൊക്കെ വലിയ നിരാശയിലാണ്. സൗദി അറേബ്യയിലെ പോലെ പെൺകുട്ടികൾ വിവാഹ മാർക്കറ്റിൽ വലിയ വിലപേശൽ നടത്തുകയാണ്. സർക്കാർ ജോലി, ഫ്ലാറ്റ്, കാറ് ഇതൊക്കെയാണ് ഡിമാൻഡുകൾ. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് മഹർ ആവശ്യപ്പെടാം. കാലത്തിനനുസരിച്ച മാന്യമായ ജീവിത നിലവാരവും ആവശ്യപ്പെടാം. അതെല്ലാം അവളുടെ അവകാശമാണ്. എന്നാൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുകയും അത് അഹങ്കാരവും പൊങ്ങച്ചവും ധാർഷ്ട്യവും ധിക്കാരവുമായി പരിഗണിക്കുകയും യാഥാർത്ഥ്യബോധമില്ലാതെ സാമൂഹ്യ ചുറ്റുപാട് മനസ്സിലാക്കാതെ വിവാഹത്തിന് വലിയ ഡിമാൻഡ് വെക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മറുകുറിപ്പാണ്. ഇതൊട്ടും ആശ്വാസകരമോ നിലനിൽക്കുന്നതോ അല്ല. ഇതിനൊരു മറുപുറം വരാനുണ്ടെന്ന ബോധ്യമുണ്ടാവണം. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുത്തനെ പണിക്ക് വിളിച്ചാൽ ഇരുന്നും കിടന്നും അവൻ സമയം കണക്കാക്കും. പിന്നെ പണി ഉച്ചവരെയായി. ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണി 2-3 ദിവസം കൊണ്ട് തീർക്കും. ചെറിയൊരു നീരസം പ്രകടിപ്പിച്ചാൽ പിന്നെ അവൻ വരണമെങ്കിൽ കാല് പിടിക്കണം. ചിലപ്പോൾ തുടങ്ങിയ പണി തീർക്കാൻ 1 മാസവും അതിലും കൂടുതൽ വേണ്ടിവരും. ഈ ഒരു വിഷമാവസ്ഥയിൽ കുടുങ്ങി നിൽക്കുമ്പോഴാണ് ബംഗാളികൾ കടത്തിലിറങ്ങുന്നത്. ക്രമേണ എല്ലാ മേഖലയും കുറഞ്ഞ കാലം കൊണ്ട് ബംഗാളി കൈയടക്കി. മസ്ജിദുകളിലെ ഇമാമായി നിൽക്കുന്നത് മുതൽ തട്ടുകടയിലെ പൊറോട്ട പരത്തുന്നത് വരെ ഇന്ന് ബംഗാളികളാണ്. അതോടെ നാട്ടിലെ തൊഴിലാളികൾക്ക് പണിയില്ലാതായി. ധിക്കാരത്തിനും അഹങ്കാരത്തിനും കിട്ടിയ 8ൻ്റെ പണി. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ വിലപേശലും ഡിമാൻഡും കാണുമ്പോൾ ഇതുതന്നെയാവും അവസ്ഥയെന്ന് എഴുതി വരുമ്പോൾ ഭയം ഉണ്ട്. കാരണം 4 പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ. ഇത് എഴുതാനും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എൻ്റെ ഇൻട്രോ ഇട്ടു. എനിക്ക് 50 വയസ്സുണ്ടെന്നും ഭാര്യയും 4 പെൺകുട്ടികളുണ്ടെന്നും അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടും രണ്ടാമത്തെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് ശ്രീലങ്കയിൽ നിന്ന് 5ഓളം സ്ത്രീകൾ കോൺടാക്റ്റ് ചെയ്തു. എന്നെ പറ്റിക്കുകയാണോ എന്നറിയാൻ ഞാൻ ഹിജാബ് നീക്കി വരാൻ ആവശ്യപ്പെട്ടു. ഉടൻ അവർ ലൈവിൽ വന്നു. നല്ല ഭംഗിയുള്ള 30-ൽ താഴെ പ്രായമുള്ള സ്ത്രീകൾ, എല്ലാവരും വിധവകൾ. എൻ്റെ ഒഴിവുകഴിവ് അറിയിച്ചപ്പോൾ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് സലാം ചൊല്ലി പിരിഞ്ഞു. ശ്രീലങ്കയിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല ഗ്രാമങ്ങളിലും പുരനിറഞ്ഞു നിൽക്കുന്ന നിരവധി പെണ്ണുങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് പോയപ്പോൾ പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞത് ഇവിടെ ഇപ്പോഴും സ്ത്രീധനം പ്രശ്നമാണെന്നൊക്കെയാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ നിർമ്മലരും വിശ്വസ്തരും സുന്ദരികളുമായ പെൺകുട്ടികളുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ ഈ രീതിയിൽ തിരിഞ്ഞാൽ അന്യ സംസ്ഥാന അന്യരാജ്യ സുന്ദരികളെ കേരളത്തിലെ വിവാഹ കമ്പോളത്തിലേക്ക് ഒഴുക്കുന്ന കാലം വിദൂരമല്ല. അതൊരു സാധ്യത കൂടിയാണ് എന്നാണ് ഇസ്മായിൽ നരീക്കോടൻ എഴുതിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യങ്ങളുടെ വേറൊരു വശം പുള്ളി പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ഇപ്പം ചെന്നാൽ പെൺകുട്ടികളെ അവിടെ നിന്നൊന്നും കിട്ടാൻ മാർഗവുമില്ല എന്ന് മാത്രമല്ല, ഒരു സംസ്കാരത്തിൽ ജീവിച്ച് വളർന്ന പെൺകുട്ടികളെ ആ സംസ്കാരത്തിന് യോഗ്യമാംവിധം കിട്ടണമെങ്കിൽ ബംഗാളിയെ കൊണ്ടുവന്നതുപോലെ ബംഗാളിയിൽ നിന്നൊന്നും ഇറക്കിക്കൊണ്ട് വരാനും പറ്റില്ല. അപ്പോൾ അങ്ങ് ശ്രീലങ്കയിലെ ഈ മൂടുപടം പൊക്കി കണ്ടപ്പോൾ നല്ല സ്ത്രീകൾ ഭയങ്കര സൗന്ദര്യമുള്ളതെന്നൊക്കെ തോന്നുന്നെങ്കിലും നമ്മൾ സാറിന് പറയുമല്ലോ, അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങാടെ പുളി അറിയുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ അടുത്ത് നോക്കണം വിവരം അറിയാൻ. ഏതായാലും ഇനി വരുന്നത് സ്ത്രീകളുടെ കാലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ക്ലാസ്സിലും PG ക്ലാസ്സുകളിലും ഹയർ സ്റ്റഡീസിലുമെല്ലാം പെൺകുട്ടികളുടെ അനുപാതമാണ് അല്ലെങ്കിൽ എണ്ണമാണ് വളരെ കൂടുതൽ. ആൺകുട്ടികൾ വേറെ ഏതൊക്കെയോ ഒരു ദിശയിലൂടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പുറകിലൊക്കെ അവൻ്റെ ഓരിയിടൽ കേട്ട് സഞ്ചരിച്ചു പോവുകയാണ് എന്നതാണ് സത്യം.